ഹായ് ഫ്രണ്ട്സ്, നൈസ് ഗൈഡൻസിൻ്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജി. LP UP അസിസ്റ്റൻ്റ് പരീക്ഷകളിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള സൈക്കോളജി ചോദ്യങ്ങളും അവയുടെ കൂടുതൽ റിലേറ്റഡ് ഫാക്ട്സുമാണെന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷനിൽ ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം, വിചിന്തന ഘട്ടം, പ്രവർത്തന ഘട്ടം എന്നുണ്ട്. അപ്പോൾ ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഫേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട 3 സ്റ്റേജുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 1 പ്രവർത്തന ഘട്ടം, 2 ബിംബന ഘട്ടം, 3 പ്രതിരൂപാത്മക ഘട്ടം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ 1 അതായത് പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്റ്റീവ് സ്റ്റേജ്, ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ്, പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളാണ് ബ്രൂണറുടെ സ്റ്റേജസ് അല്ലെങ്കിൽ ബ്രൂണർ അവതരിപ്പിച്ച കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഫേസസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പ്രവർത്തനങ്ങളിലൂടെ, അതായത് കായികപരമായ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ നടത്തുന്ന പഠനമാണ് പ്രവർത്തന ഘട്ടത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചത്. 2 ബിംബനഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക ബിംബങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു, പദാർത്ഥങ്ങളെ നേരിട്ട്, ഉദാഹരണത്തിന് ഒരു വസ്തുവിനെ, ഉദാഹരണത്തിന് പേന എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ആദ്യം കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും അത് പേനയാണെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് പേന എന്ന് അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു, പേനയുടെ ചിത്രം തെളിയുന്നു. അങ്ങനെ മാനസിക ബിംബങ്ങൾ ഉണ്ടാക്കിയുള്ള പഠനം, അതാണ് 2ാമത്തെ ഐക്കോണിക് സ്റ്റേജ്. അടുത്തത് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരൂപാത്മക ഘട്ടം. അതാണ് നമ്മൾ പറഞ്ഞത് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ പ്രതീകങ്ങൾ വഴി, അതായത് ഭാഷ വഴി, ലാംഗ്വേജിലൂടെ അറിവ് നേടിയെടുക്കുന്ന രീതിയാണ് പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജിൽ. അതായത് അപ്പോൾ അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ഘട്ടമായ ഏത് ഘട്ടം, നമ്മൾ പറഞ്ഞ പ്രവർത്തന ഘട്ടത്തിൽ ഒരു കുട്ടി പഠിക്കുന്നത് കായികമായ പ്രവർത്തികളിലൂടെ, അതായത് പ്രവൃത്തിയിലൂടെ അവൻ പഠിക്കുന്നു. 2ാമത്തെ ബിംബന ഘട്ടത്തിൽ ഒരു കുട്ടി തലച്ചോറ് ഉപയോഗിച്ച്, ബ്രെയിൻ ഉപയോഗിച്ച് പഠിക്കുന്നു. 3 സിംബോളിക് സ്റ്റേജ് അഥവാ പ്രതീകാത്മക ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടി പഠനം നടത്തുന്നത് ഭാഷ ഉപയോഗിച്ചാണ്. അപ്പോൾ കായികം, തലച്ചോറ്, ഭാഷ, ഈ 3 ഘട്ടങ്ങളിലാണ്, ഈ 3 പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടി കാര്യങ്ങൾ അക്വയർ ചെയ്തെടുക്കുന്നത് എന്നാണ് ജെറോം എസ് ബ്രൂണറുടെ ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബ്രൂണറുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കണ്ടെത്തലുകളിലൂടെയുള്ള പഠനം. അതായത് ഡിസ്കവറി ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബ്രൂണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ സ്പൈറൽ അപ്രോച്ച്, ചാക്രി ആരോഹണ കരിക്കുലം, ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ആശയദാന മാതൃക, ഇതെല്ലാം ആശയദാന മാതൃക നമ്മൾ ഉദാഹരണങ്ങളിലൂടെ ആശയങ്ങൾ എത്തുകയും ആശയങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഈ മോഡലുകളെല്ലാം ജെറോം എസ് ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ ജെറോം എസ് ബ്രൂണറുടെ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഘട്ടങ്ങളിൽ പെടാത്തത് നമുക്കറിയാം. ബിംബനം പെടുന്നതാണ്, പ്രതീകാത്മകം പെടുന്നതാണ്, പ്രവർത്തന ഘട്ടവും പെടുന്നതാണ്. അപ്പോൾ പെടാത്തത് വിചിന്തന ഘട്ടമാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് അതിൽ പെടാതെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല, പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയുകയും ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായി നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നതെന്നാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ അഭിമുഖം, നിരീക്ഷണം, സഞ്ചിതരേഖ പഠനം, കേസ് സ്റ്റഡി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ തന്നെ കുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടഡ് ആണ്. എന്ന് വെച്ചാൽ അന്തർമുഖമായ എന്തോ ബുദ്ധിമുട്ടുകളും വിഷമമൊക്കെ ഉള്ളതാണ്. അതെന്തെന്ന് മനസ്സിലാക്കാൻ ടീച്ചർ എന്ത് രീതി തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഒന്ന് നമുക്ക് നോക്കാം, അഭിമുഖം എന്ന് വെച്ചാൽ നേരിട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത്, ഇൻ്റർവ്യൂ നടത്തുക. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്ത് എന്താണ് വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വളരെ ഡീപ്പായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും നമുക്കൊരു അഭിമുഖത്തിലുള്ള ജസ്റ്റ് ചോദ്യം ചോദിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എഴുതി കൊടുത്ത് അതിൻ്റെ ആൻസർ ചെയ്ത് വാങ്ങിക്കുന്നതിലൂടെ കിട്ടാൻ പറ്റും. അപ്പോൾ അഭിമുഖം എന്ന് പറഞ്ഞാൽ അതാണ്, നേരിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 2 നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടിയെ നോക്കിക്കാണുന്ന രീതിയാണ്. ആ കുട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. നിരീക്ഷണത്തിലൂടെ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഉത്തരം ആ കുട്ടിയുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്നിരുന്ന് കുട്ടി കാണത്തക്ക രീതിയിൽ കുട്ടിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത്. അടുത്ത് പരോക്ഷമായ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഭാഗത്വമില്ലാത്ത നിരീക്ഷണം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയെ നിരീക്ഷിക്കാൻ പറ്റും. ഇനി 2 രീതിയിലൂടെയൊക്കെ നമുക്ക് ഇത് നിരീക്ഷണം നടത്താം. അപ്പോൾ അതിലൂടെ ഈ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്ത വരുന്നൊരു ഭാഗമാണ് സഞ്ചിത രേഖാ പഠനം.
സഞ്ചിത രേഖാ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ദീർഘകാല പരിശോധന രേഖ എന്നാണ്. അതായത് ക്യുമുലേറ്റീവ് റെക്കോർഡ്. അതായത് കുട്ടിയുടെ കായികവും ബുദ്ധിപരവും സാൻമാർഗികവുമായ വികസനങ്ങൾ ഒരു ഉദാഹരണത്തിന് ഒരു അധ്യയന വർഷത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും രേഖ എഴുതി സൂക്ഷിക്കുക. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ എഴുതി വെച്ചാൽ സ്കൂളിലെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇതിൽ അതായത് കുട്ടിയുടെ ബേസിക് പ്രോബ്ലം എന്താണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല, സഞ്ചിത രേഖാ പഠനത്തിലൂടെ. ഇനി അടുത്തുള്ളത് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകൃത ശൈലിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രീയമായ രീതിയാണ് കേസ് സ്റ്റഡി. അതായത് സാധാരണ രീതിയിൽ വന്ന് പഠിക്കുന്നതിന് വിപരീതമായിട്ടാണ് ഈ കുട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ മനഃശാസ്ത്രപരമായ രീതിയിലോ വൈദ്യ പരിശോധന രീതിയിലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ച് കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുന്ന രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഈ കുട്ടിയെ മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും നല്ല പരിപാടി കേസ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ചികിത്സാ രീതി എന്ന് പറയും കേട്ടോ, കേസ് സ്റ്റഡി. ഈ നമ്മൾ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന കുട്ടിയുടെ കേസ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ കേസ് സ്റ്റഡിയാണ് ഏറ്റവും അനുയോജ്യമായ രീതി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 5ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേര് മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറി എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം ഏതാണ്? സാമൂഹ്യലേഖം, ടീം ടീച്ചിങ്, ക്രിയാ ഗവേഷണം, മൈക്രോ ടീച്ചിങ് എന്ന ഓപ്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാകും, പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഈ പ്രശ്നം നമുക്ക് ഈ ഒരു ഫോൾട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ടീച്ചർ എന്ത് മാർഗമായിരിക്കും താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായ മാർഗ്ഗമെന്ന് നോക്കുക. അതിൽ ഒന്ന് സാമൂഹ്യ ലേഖം കൊടുത്തിട്ടുണ്ട്. ഈ സാമൂഹ്യ ലേഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സോഷ്യോമെട്രി, സമൂഹമിതി, ജെ.എൽ മൊറാനോ ഡെവലപ്പ് ചെയ്തെടുത്ത കുട്ടികളുടെ ക്ലാസ്സിലെ സാമൂഹിക ബന്ധം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് സോഷ്യോമെട്രി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് താൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ പേര് എഴുതാൻ കുട്ടികളടുത്ത് ക്ലാസ്സിൽ പറയും. പരസ്പരം നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഇഷ്ടമുള്ളവരുടെ പേര് എഴുതാൻ പരസ്പരം ആവശ്യപ്പെടും. അത് പരസ്പരം എന്ത് ചെയ്യുക, അവർക്ക് പേരെഴുതുക. അങ്ങനെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടിയെയാണ് നമ്മൾ സ്റ്റാർ എന്ന് വിളിച്ചു, സ്റ്റാർ. ഇനി അടുത്ത് ചില കുട്ടികൾ എന്ത് ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പേരെഴുതും. അങ്ങനെ ഒരു ഗ്രൂപ്പായി മാറും. അതിനെ ക്ലിക്സ് എന്ന് വിളിച്ചു. ആരാലും പേരെഴുതാത്ത തഴയപ്പെട്ട ഒരു കൂട്ടം ചിലർ കാണും. ഇവരെ ഐസൊലേറ്റ്, ഒറ്റപ്പെട്ടവർ എന്നും വിളിക്കും. ഇങ്ങനെ സോഷ്യോമെട്രിയിലൂടെ ഒരു ക്ലാസ്സിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങളെ, ഡേറ്റയാണ് സാമൂഹ്യ ലേഖം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സോഷ്യോഗ്രാം. അടുത്ത ടീം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ 2ലധികം അധ്യാപകർ ഒരു ക്ലാസ്സിൽ ഒരു ടോപ്പിക്കിനെ തന്നെ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പരസ്പര സഹകരണത്തോടു കൂടി എടുക്കുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടീം ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുക. അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ടോപ്പിക്കിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു, താല്പര്യം കൂട്ടിയെടുക്കുക എന്നുള്ള ആ ഒരു മെത്തേഡാണ് ടീം ടീച്ചിങ് യൂസ് ചെയ്തത്. ഇത് പ്രായോഗിക രീതിയിൽ നടക്കുന്ന ഒരു മെത്തേഡല്ല, എങ്കിലും ഒരു പ്രത്യേക രീതിയാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞിരിക്കുന്നതാണ് ക്രിയാ ഗവേഷണം, ഇംഗ്ലീഷ് ആക്ഷൻ റിസർച്ച് എന്നാണ്. സ്റ്റീഫൻ എം കോറിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ശ്രദ്ധിക്കുക, സ്റ്റീഫൻ എം കോറി. അപ്പോൾ എന്താണ് ആക്ഷൻ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിലെ, അതായത് സ്റ്റുഡൻറ് ലേണിംഗ് പ്രോസസ്സിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ പദ്ധതിയുടെ ആ ഒരു പ്രോബ്ലത്തിൻ്റെ മേൽ ഫലവത്തായ രീതിയിൽ, അതായത് വളരെ ഇഫക്റ്റീവായ രീതിയിൽ കുട്ടികളിൽ പോസിറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഗവേഷണം തന്നെയാണ് ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അങ്ങനെ പല കുട്ടികളുടെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം കണ്ടെത്തുക, ആ പ്രശ്നത്തിൻ്റെ മേൽ എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം നടത്തി അവരെ കുട്ടികൾ എന്ത് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരിക, ആ ഒരു രീതിയാണ്. അപ്പോൾ ഇത് കൃത്യമായ ഗവേഷണം നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലാസ്സിൽ സ്ഥിരമായി താമസിച്ചു വരിക, ശുചിത്വമില്ലാതെ ക്ലാസ്സിൽ പ്രവേശിക്കുക, അതുപോലെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുക, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുക, ഏതെങ്കിലും പ്രധാനപ്പെട്ട മേഖലകളിൽ ഉഴപ്പ് കാണിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള അലസത, ഇങ്ങനെയൊക്കെയുള്ള പ്രധാന പ്രശ്നങ്ങളെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തി അതിന് പരിഹാരം നടത്തുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ ക്രിയാ ഗവേഷണം എന്ന്. അടുത്തതായിട്ട് വരുന്നതാണ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ്ങിൽ പ്രധാനമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത് കുട്ടികളല്ല, ടീച്ചർമാരെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു ട്രെയിനിങ് ടെക്നിക്കാണ്. അതായത് ഒരു ടീച്ചിങ് ടെക്നിക്കാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അധ്യാപകരെയാണ്. അതായത് അധ്യാപകരുടെ ടീച്ചിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ ഒരു സ്മാൾ ഗ്രൂപ്പായിട്ട് തിരഞ്ഞെടുക്കും. ഫോർ എക്സാമ്പിൾ 5 മുതൽ 10 വരെ എണ്ണമുള്ള കുട്ടികളെ എടുക്കുക. 5 മുതൽ 10 വരെ കുട്ടികളെ എടുത്തിട്ട് ഒരു 10-15 മിനിറ്റോ ടീച്ചിങ് പഠിപ്പിക്കും.
അങ്ങനെ പ്ലാൻ ചെയ്ത് 10-15 മിനിറ്റ് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നതിൽ ടീച്ചർമാരുടെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ആ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും റീപ്ലാൻ ചെയ്യുന്നു. റീപ്ലാനിൽ നിന്ന് വീണ്ടും റീടീച്ച് ചെയ്യുന്നു. വീണ്ടും ഫീഡ്ബാക്ക് കൊടുക്കുന്നു. വീണ്ടും റീപ്ലാൻ. അങ്ങനെ ഒരു റൊട്ടേഷൻ. അതായത് അധ്യാപക നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. കുട്ടികൾ വെറുതെ അവരുടെ ഒരു എന്ത് ചെയ്യുന്നു, പഠന നിലവാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി കുട്ടികളെ ഇരുത്തിക്കുന്നേ ഉള്ളൂ. ഇതൊരു ടീച്ചിങ് ട്രെയിനിങ് ടെക്നിക്കാണ്. അപ്പോൾ ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന രീതിയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതിന് ട്വൈറ്റ് അലൻ എന്ന് പറയുന്ന ആളാണ് ഈ പരിപാടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ടൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്? കുട്ടികൾ സ്വരചിഹ്നം തെറ്റിക്കുന്ന പ്രശ്നം കണ്ടെത്തി. ഇനി അവരുടെ ലക്ഷ്യം എന്താണ്? ഇതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ തെറ്റ് മാറ്റണം. അങ്ങനെയുള്ള ഒരു ഏറ്റവും അനുയോജ്യമായ ഒരു ആൻസർ ഇത് കിട്ടുന്നത് ക്രിയാ ഗവേഷണത്തിലൂടെ, ആക്ഷൻ റിസർച്ചിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ആൻസർ ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്നാണ്. അടുത്ത ദിവസം ശ്രദ്ധിക്കുക. ക്ലാസ് റൂം ബോധനത്തിലേറെ പ്രയോജനപ്പെടുന്ന ആശയ ഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുത്തതിൽ നേതൃത്വം നൽകിയതായിരുന്നു. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആശയ ഭൂപടം അഥവാ കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു രീതി ഡെവലപ്പ് ചെയ്തത് നമുക്ക് അറിയാം ജോസഫ് ഡി നോവാക്കാണ് കൺസെപ്റ്റ് മാപ്പിംഗ് രൂപീകരിച്ചത്. എന്താണ് കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ചില ആശയങ്ങൾ, പല പല ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു രീതിക്കാണ് കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മാപ്പ് ചെയ്യുന്ന പരിപാടി. ഇത് കുട്ടികൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, ആകർഷണം ഉണ്ടായി അവർ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്ന രീതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാട്ടർ ബോഡീസിനെ പറ്റിയാണ്. അപ്പോൾ വാട്ടർ ബോഡീസിനെ പറ്റി, ജലാശയങ്ങളെ പറ്റി നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ബോർഡിൽ ആദ്യം എന്ത് ചെയ്യുന്നു, വാട്ടർ ബോഡീസ് എന്ന് എഴുതി അതിനെ ഒന്ന് റൗണ്ട് ചെയ്തിടുന്നു. എന്നിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വാട്ടർ ബോഡീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് ഒന്ന് പറയും. ഒരാൾ ലേക്ക് എന്ന് പറയുന്നു, തടാകം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ആരോ കൊടുത്ത് അടുത്ത് ചെറിയൊരു റൗണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ തടാകം എന്ന് എഴുതുന്നു. അതുപോലെ അടുത്തൊരാൾ പോണ്ടെന്ന് പറയുന്നു, അടുത്തൊരാൾ വെല്ലെന്ന് പറയുന്നു, അടുത്തൊരാൾ സി എന്ന് പറയുന്നു. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലി എന്ത് ചെയ്യുന്നു, വരച്ച് ഇങ്ങനെ കാണിച്ചു, റൗണ്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ പെട്ടെന്ന് കുട്ടി നോക്കുമ്പോൾ അറിയാം വാട്ടർ ബോഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചുറ്റും എഴുതിയിരിക്കുന്ന കാണാം. ഇനി അടുത്ത് വീണ്ടും നമുക്ക് അപ്പോൾ വാട്ടർ ബോഡീസ് മനസ്സിലായി. ഇതിനെ വീണ്ടും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ഫ്രഷ് വാട്ടർ എന്നും സാൾട്ട് വാട്ടർ എന്നും. അപ്പോൾ എന്നിട്ട് നമുക്ക് വീണ്ടും ഉദാഹരണത്തിന് നമുക്ക് സി എടുക്കുകയാണ്. സി എന്ന വാട്ടർ ബോഡി എടുത്തിട്ട് ആ ബോഡിക്ക് നേരെ വീണ്ടും ഒരു ആരോ കൊടുത്തിട്ട് അവിടെ ഒരു റൗണ്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് എഴുതാം, സാൾട്ട് വാട്ടർ എന്ന് എഴുതാം. അതുപോലെ നമുക്ക് കിണറെടുത്തിട്ട് അവിടെ എന്തെന്ന് എഴുതാം, ഒരു ആരോ കൊടുത്ത് ഒരു റൗണ്ടിനകത്ത് വീണ്ടും ഫ്രഷ് വാട്ടർ എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഇത് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് ഇങ്ങനെ കുറേ നമ്മളൊരു ട്രീ ഡയഗ്രാം ചെയ്യുന്നത് പോലെ ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ വിസ്തൃതമായിട്ട് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ കിടക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന രീതിക്കാണ് കൺസെപ്റ്റ് മാപ്പിംഗ് അഥവാ ആശയ ഭൂപടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത ആൾ ജോസഫ് ഡി നോവാക്കാണ്. ഇനി അതുപോലെ ഓപ്ഷൻ തന്നിരിക്കുന്ന മറ്റു വ്യക്തികൾ ആരൊക്കെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യം RS വുഡ്വർത്താണ്. RS വുഡ്വർത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഡൈനാമിക് സൈക്കോളജിയാണ്. ഡൈനാമിക് സൈക്കോളജി ഡെവലപ്പ് ചെയ്തെടുത്ത ആളുടെ പേരാണ് RS വുഡ്വർത്ത്. അടുത്ത് ജെയിൽ മൊറേനോ നമുക്കറിയാം സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്ത ആളാണ്. സ്റ്റീഫൻ M കോറിയാണ് എന്ത് ചെയ്തത്, ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാ ഗവേഷണം ഡെവലപ്പ് ചെയ്തെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എറിക്സന്റെ മനോസാമൂഹിക സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ, അതായത് 6 മുതൽ 12 വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നതിൽ ഏതാണെന്നാണ്. നമ്മൾ എറിക്സന്റെ മാനസിക സാമൂഹിക സിദ്ധാന്തം പഠിച്ചതാണ്. അപ്പോൾ ഈ മനോസാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓരോ പ്രായത്തിലും ഒരു കുട്ടിക്ക് അവൻ്റേതായ ഒരു വളർന്നു വരുമ്പോൾ, അവൻ സമൂഹവുമായി വരുമ്പോൾ, സമൂഹത്തിൽ പല പല കാര്യങ്ങൾ നേരിടുമ്പോൾ സാമൂഹിക വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് അവൻ അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ഈ പ്രതിസന്ധികളെ വിജയകരമായി നേരിട്ടാൽ മാത്രമേ സാമൂഹികമായി മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രതിസന്ധികളെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു പ്രായത്തിനനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു കുട്ടി ബർത്ത് ടു, അതായത് ജനനം മുതൽ ഏകദേശം ഒരു 18 മാസം വരെ, ജനനം മുതൽ ഒരു 18 മാസം, അതായത് ഇൻഫൻസി, ആ കാലഘട്ടത്തിൽ ഈ കുട്ടിക്കുള്ള പ്രധാന ഒരു പ്രതിസന്ധിയാണ് വിശ്വാസം അവിശ്വാസം.
വിശ്വസിക്കാം, അവിശ്വസിക്കാം, അങ്ങനെയുള്ള ആകെ ഒരു കൺഫ്യൂഷൻ പാർട്ടുണ്ട്. അതുപോലെ ഇപ്പം ജസ്റ്റ് ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, വിശ്വാസം അവിശ്വാസം ഒന്ന്. രണ്ടാമത് 18 മാസം മുതൽ 3 വയസ്സ് വരെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നു, ഒരു ഷെയിം ആൻഡ് ഡൗട്ടൊക്കെ വരും, സംശയങ്ങളും അതുപോലെ ആകെ ഒരു എന്ത് ചെയ്യുന്നു, സ്വാശ്രയത്വം അല്ലെങ്കിൽ ലജ്ജ, നാണക്കേട്, ഷെയിം, ഡൗട്ട്, ഈ ഭാഗങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത് അത് കഴിഞ്ഞ് വരുമ്പോൾ 3 to 6 വയസ്സ്, ആ സമയത്താണ് എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും ഇനിഷ്യേറ്റീവ് ചെയ്യുന്നു എന്നല്ലാതെ പിന്നീട് എന്ത് ചെയ്യുന്നു, ഒരു അപരാധ ബോധം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനിഷ്യേറ്റീവ് ആൻഡ് ഗിൽറ്റ്, മുൻകൈ എടുക്കൽ, അപരാധം, മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്നാൽ അത് പരാജയപ്പെട്ടു പോയാൽ എന്തുണ്ടാവുന്നു, ആകെ ഒരു ഗിൽറ്റ്, അപരാധം, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവും. 3 മുതൽ 6. അടുത്ത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് കർമ്മോത്സുകത, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫീരിയാരിറ്റി ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ഊർജ്ജസ്വലമായ കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നാൽ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് എന്തുകൊണ്ട് അപകർഷതാബോധം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ പറഞ്ഞ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒരു മത്സരം, അതായത് ഹൗ ക്യാൻ ഐ ബി ഗുഡ്, എനിക്ക് എങ്ങനെ മികച്ചതാകാം എന്നുള്ള ഒരു തോന്നലോട് കുട്ടി എന്ത് ചെയ്യുന്നു, കർമ്മോത്സുകമായ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും. അങ്ങനെ ഈ മത്സരത്തിൽ അവന് ബെറ്റർ ആവുന്ന രീതിയിൽ പലതും അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ചിലപ്പോൾ എന്ത് ചെയ്യാം, അവന് ബെറ്റർ ആവാൻ പറ്റാതെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, പരാജയപ്പെടാം. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുന്നു, വല്ലാത്ത അപകർഷതാ ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു മേഖലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തന്ത്രപരമായി തരണം ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നു, കടന്നപ്പുറത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 6 മുതൽ 12 വയസ്സ് വരെയുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു, ഊർജ്ജസ്വലതയും അപകർഷതയൊക്കെ വരുന്നത് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 6 to 12 ആണ്. പിന്നെ അതുപോലെയാണ് ഐഡന്റിറ്റി ആൻഡ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അതായത് വ്യക്തിത്വ ബോധവും വ്യക്തിത്വ സംഭ്രമവും ഉണ്ടാവും. അതെന്ന് വെച്ചാൽ അഡോളസൻസ് പീരീഡിലാണ്. എന്ന് വെച്ചാൽ ഹൂ ആമ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഞാൻ ആരാണ് തെളിയിക്കണം, എൻ്റെ വ്യക്തിത്വം തെളിയിക്കണം. ആ വ്യക്തിത്വം തെളിയിക്കുന്നത് എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോകുക അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് കൃത്യമായി തെളിയിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് വ്യക്തിത്വ സംഭ്രമം, ഒളിച്ചോടലൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്ത് അഡൽട്ട്ഹുഡിലാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്ന പീരീഡ് ഉണ്ടാകുന്നത്. അതായത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ അഡൽട്ട്ഹുഡിലാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു, പ്രായം ചെന്നവരാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഉദാരബോധവും എന്ത് ചെയ്യുന്നു, മന്ദാവസ്ഥയും തമ്മിലുള്ളതാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ആരെങ്കിലുമായിട്ട് എനിക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടാനോ ഒക്കെ ഉള്ള ഒരു ശ്രമം നടത്തും. ഈ സമയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് നടക്കാതെ വരികയാണെങ്കിൽ എന്തുണ്ടാകും, ഒറ്റപ്പെടലുണ്ടാകും, ഇപ്പോൾ ഐസൊലേഷൻ ഉണ്ടാകും. അപ്പോൾ അതാണ് ഉദാരബോധവും ഈ ഒരു മന്ദാവസ്ഥ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷനൊക്കെ അഡൽട്ട്ഹുഡിൽ കാണപ്പെടുന്ന ഈ പറഞ്ഞ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 6 മുതൽ 12 വയസ്സ് വരെയുള്ള സന്ദർഭത്തിൽ നേരിടേണ്ട പ്രതിസന്ധി ഘട്ടം ഏതാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു 6 മുതൽ 12 വയസ്സുള്ള ഏതാണ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയാരിറ്റി, അതായത് ഊർജ്ജസ്വലതയും അപകർഷതയുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ദിവസം ശ്രദ്ധിക്കുക, ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശ ചിന്ത, പകരൽ ചിന്ത തുടങ്ങിയ വികസിക്കുന്ന വൈജ്ഞാനിക വികസന ഘട്ടം എന്നാണ്. അപ്പോൾ ജീൻ പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടവ ഒന്ന് നമ്മൾ ഐന്ദ്രിക ചാലഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞ് പഠിച്ചു. ആ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് വെച്ചാൽ ആദ്യത്തെ 2 വർഷം. ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് വസ്തുസ്ഥിരത അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ്. അതായത് കണ്ണിന് മുൻപിൽ കാണുന്ന വസ്തു മാത്രം സ്ഥിരത, അത് കണ്ണിൽ നിന്ന് മാഞ്ഞാൽ അതിനെപ്പറ്റി ഒരു അറിവ് കാണില്ല. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു പ്രാഗ്മനോ വ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നു, മനസ്സിൽ ഇമേജുകൾ, ബിംബങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നെ ചെറിയ ചെറിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതായത് ചെറിയ വടി കയ്യിലെടുത്തിട്ട് തന്നെ അതിനെ തോക്കായിട്ട് സങ്കല്പിക്കുന്നു. പിന്നെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ചില ആശയങ്ങൾ, ലഘുവായ കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഊഹങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് പ്രാഗ്മനോ വ്യാപാര ഘട്ടം. ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഉഭയദിശ ചിന്ത, അതായത് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. അടുത്ത പറയുന്ന മൂന്നാമത്തെയാണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം അഥവാ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രായം 7 മുതൽ 12 വയസ്സ് വരെയുള്ളതാണ്. ഈ കാലഘട്ടത്തിലാണ് യുക്തി ചിന്ത, റിവേഴ്സിബിലിറ്റി അതായത് ഉഭയദിശ ചിന്ത, അതുപോലെ ഈ പദാർത്ഥങ്ങൾ, അനുഭവങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക, ഭാവന നടത്തുന്നു. അതുപോലെ എണ്ണം, വലിപ്പം, ആകൃതി എന്നിവ തരപ്പെടുത്തി അവ എന്ത് ചെയ്യുന്നു, വർഗീകരിക്കുന്നു, ഗ്രൂപ്പിംഗ് നടത്തുന്നു.
പിന്നെ വസ്തുക്കളുടെ വലുപ്പവും അതൊക്കെ അനുസരിച്ച് ക്രമീകരണങ്ങൾ നടത്തുന്നു, സീരിയേഷൻ നടത്തുന്നു. അപ്പോൾ റിവേഴ്സിബിലിറ്റി, സീരിയേഷൻ, ഇങ്ങനെയുള്ള ചിന്തകൾ, എന്ത് പറയുന്നു, പകരൽ ചിന്ത, ഇവയെല്ലാം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, അഥവാ എന്തെന്ന് പറയുന്നു, നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അല്ലെങ്കിൽ മറ്റു പേരാണ് രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ്. പ്രായം 7 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നു. ഇനി അവസാനത്തെ പറഞ്ഞ ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞു. ഇത് 12 മുതൽ 12 വയസ്സിന് മുകളിലുള്ളതാണ്. ഈ കാലഘട്ടത്തിലാണ് ഗുണാത്മകവും ബിംബാത്മകവുമായ ചിന്ത, അതായത് പദാർത്ഥങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ പദാർത്ഥങ്ങളെ പറ്റി ഭാവനയിൽ കണ്ടുകൊണ്ട് ചിന്തിച്ച് അമൂർത്ത ചിന്ത, യുക്തിചിന്ത തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് റിവേഴ്സിബിലിറ്റിയും സീരിയേഷനും ഗ്രൂപ്പിങ്ങും ഈ ട്രാൻസിവിറ്റി എല്ലാം ഉണ്ടാകുന്ന കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ പഠിച്ച രൂപാത്മക മനോവ്യാപാര ഘട്ടം, അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതെന്നാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം നമുക്കറിയാം. ഒരു ഉദാഹരണത്തിന് ഒരു ചെമ്പരത്തിപ്പൂവിനെ എടുത്ത് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ആ ചെമ്പരത്തിപ്പൂവിനെ മുഴുവനായി ക്ലാസ്സിൽ അവതരിപ്പിച്ച് അങ്ങനെ ഒരു സമഗ്രമായ പഠനത്തിൽ നിന്ന് പിന്നീട് അതിൻ്റെ ഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള രീതിയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. അതായത് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായ പഠനമാണ്. അതായത് ഒരു ആശയത്തെ മുഴുവനായി അവതരിപ്പിച്ച് പഠിപ്പിക്കണം. അതായത് അല്ലാതെ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നീട് അതിലെ ഓൾ പാർട്ടിലേക്ക് വരുന്നതല്ല, ഓൾ പാർട്ട് പ്രസൻറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം കൊണ്ടത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം കൊണ്ടുവന്ന ആൾക്കാർ വെർദീമർ, കോഫ്ക, കോവലർ എന്നിവരാണ്. വെർദീമർ, കോഫ്ക, കോവലർ എന്നാണ്. അപ്പോൾ ഇതിൽ സമഗ്രമായ പഠനമാണ്, അതായത് മോളിക്കുലാർ പഠനത്തിന് യാതൊരു താല്പര്യമോ സമഗ്രമായ പഠനമാണ് എന്ത് ചെയ്യുന്നത്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം പിന്തുടരുന്നത്. അടുത്ത് ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നതിനെയാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയും, അന്തർദൃഷ്ടി പഠനം. അതായത് നമ്മൾ ഒരു സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിൽ ഇവരൊരു കോഹ്ലർ ഒരു പരീക്ഷണം നടത്തി. അതായത് ഇതിനെ എന്ത് ചെയ്തു, ഒരു കൂട്ടിനകത്ത് അടച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്തു, പുറത്തൊരു പഴം വെച്ചു, അകത്തൊരു വടി വെച്ചു കൊടുത്തു. അങ്ങനെ കുറേ നേരം ഈ സുൽത്താൻ ഇരുന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഇത് വടിയെടുത്ത് ഈ പഴം കൈക്കലാക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അത് അവൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് ആണ്. അങ്ങനെ പെട്ടെന്ന് ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിന് പ്രാധാന്യം നൽകുന്ന ഒരു പഠന ശാസ്ത്രമാണ് ഇത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പ്രോബ്ലം സോൾവിങ് പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്ന ഒരു ഭാഗമാണ് ഏത്, ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. അപ്പോൾ പ്രോബ്ലം സോൾവിങ് ആണ് പ്രധാന മെയിൻ സ്ട്രീം, അതായത് പ്രശ്ന അപഗ്രഥനം. പ്രോബ്ലം സോൾവിങ് ആണ് മെയിൻ സ്ട്രീം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്തത് അവർ ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കുക, അതായത് ഓൾ ആണ്, മുഴുവനായിട്ടുള്ള സമഗ്ര പഠനം നടത്തും. അന്തർദൃഷ്ടി പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കും. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പ്രശ്നാപഗ്രഥനം, പ്രോബ്ലം സോൾവിംഗ് ആണ് ഇതിൻ്റെ മെയിൻ സ്ട്രീം. അപ്പോൾ ആവർത്തനത്തിനാണ് പ്രാധാന്യമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ആവർത്തനത്തിന് ഊന്നൽ നൽകില്ല, ഡി ആണ് അതിൻ്റെ. അടുത്ത ദിവസം ശ്രദ്ധിക്കുക. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം, അതായത് എൻവയോൺമെന്റൽ ഫാക്ടർ ഏതെന്നാണ്. അപ്പോൾ നമ്മൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഈ ഘടകങ്ങളെ പ്രധാനമായി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് പാരമ്പര്യ ഘടകങ്ങളെന്നും രണ്ട് പരിസ്ഥിതി ഘടകങ്ങൾ, അതായത് സാഹചര്യ ഘടകങ്ങളെന്നും, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഉണ്ട്, നമ്മൾ പറയുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്, പരിസ്ഥിതി ഘടകങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ പാരമ്പര്യ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട് വരുന്നവയാണ്: 1 ബുദ്ധിശക്തി, 2 ലിംഗഭേദം, 3 ഗ്രന്ഥികൾ, 4 വംശം. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? പാരമ്പര്യ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പാരമ്പര്യ ഘടകങ്ങളാണ് ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം. അടുത്ത് പരിസ്ഥിതി ഘടകം അഥവാ സാഹചര്യ ഘടകം, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരുന്നതാണ്: വായു, സൂര്യപ്രകാശം, രോഗങ്ങൾ, പോഷകാംശങ്ങൾ, പോഷകാഹാരം, കുടുംബം. ഇവയെല്ലാം ഏതിൽ വരുന്നതാണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അഥവാ സാഹചര്യ ഘടകം അഥവാ പരിസ്ഥിതി ഘടകത്തിൽ വരുന്നവയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണ്? ഗ്രന്ഥി വ്യവസ്ഥ വരില്ല, അത് പാരമ്പര്യമാണ്. ശാരീരികാവസ്ഥ പാരമ്പര്യമാണ്. അടുത്ത് കുടുംബം ഏതാണ്? എൻവയോൺമെന്റലാണ്. പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നതും നമ്മൾ ഇതിൽ വരുന്നതല്ല. അപ്പോൾ ഇതിൽ വരുന്ന ഏക പരിസ്ഥിതി ഘടകം അഥവാ സാഹചര്യ ഘടകം എന്ന് പറഞ്ഞാൽ ഏതാണ്? കുടുംബം. അപ്പോൾ ആൻസർ ഏതാണ്? സി, കുടുംബമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കല്പിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അപ്പോൾ ബുദ്ധി സിദ്ധാന്തങ്ങൾ പ്രധാനപ്പെട്ട നമുക്ക് 1 ബഹുഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, മനോഘടക സിദ്ധാന്തം, സംഘടക സിദ്ധാന്തം. അപ്പോൾ തിയറീസ് ഓഫ് ഇന്റലിജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1 ഏകഘടക സിദ്ധാന്തം, വില്യം സ്റ്റേൺ ആവിഷ്കരിച്ച ഏകഘടക സിദ്ധാന്തം. അതനുസരിച്ച് പറഞ്ഞത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫാക്ടർ കൊണ്ട്, ഒരൊറ്റ ഘടകം മാത്രമുള്ള
ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞാണ് ബുദ്ധി അദ്ദേഹം നിർവചിച്ചത്. അപ്പോൾ എന്താണ് ഏകഘടക സിദ്ധാന്തം? വില്യം സ്റ്റേൺ ഒരൊറ്റ ഘടകം മാത്രമുള്ള സിദ്ധാന്തം എന്നാണ്, ഘടകമുള്ള പ്രതിഭാസം എന്നാണ് പറഞ്ഞത്. 2, ബഹുഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് തോണ്ടേക്ക്. ഇദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഘടകങ്ങളുടെ സംയുക്തമാണ് ബുദ്ധി എന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, വ്യത്യസ്തമായ കുറേ ഘടകങ്ങൾ ചേർന്നാണ് എന്തുണ്ടായത്? ബുദ്ധി ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. അടുത്ത് ദ്വിഘടക സിദ്ധാന്തം, സ്പിയർമാൻ. ദ്വിഘടക സിദ്ധാന്തം 2 ഫാക്ടർ തിയറി കൊണ്ടുവന്നത് സ്പിയർമാനാണ്. അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബുദ്ധി ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 2 ഫാക്ടറുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് ജനറൽ ഫാക്ടർ, മറ്റൊന്ന് സ്പെസിഫിക് ഫാക്ടർ. അതായത് ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി. അടുത്ത് സ്പെസിഫിക് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേക ബുദ്ധി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കണക്കിൽ നല്ല കഴിവ് തെളിയിക്കുന്ന കുട്ടിക്ക് കോമൺ ആയിട്ട് ബാക്കി വിഷയങ്ങളെല്ലാം അവനൊരു ബുദ്ധി പ്രകടിപ്പിക്കും, പക്ഷെ കണക്കിൽ പ്രത്യേക ബുദ്ധി കാണിക്കും, അത് സ്പെസിഫിക്. അങ്ങനെ ജനറൽ എന്നും സ്പെസിഫിക് എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിലാണ് സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പിന്നെ അതുപോലെ ഉണ്ട് ഘടക സംഘ സിദ്ധാന്തം, അതായത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ തിയറി ഈ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9ഓളം ഫാക്ടർ അടങ്ങി വരുന്നത്. അതായത് വിഷ്വൽ ഫാക്ടർ, പെർസെപ്ച്വൽ ഫാക്ടർ, വെർബൽ ഫാക്ടർ, വേൾഡ് ഫ്ലുവൻസി ഫാക്ടർ, ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് അടങ്ങിയതാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ ഘടക സംഘ സിദ്ധാന്തം എന്നാണ് തേസ്റ്റൺ അഭിപ്രായപ്പെട്ടത്. തേസ്റ്റനാണ്. അപ്പോൾ ഈ എല്ലാ തിയറി സിദ്ധാന്തങ്ങളും ആവിഷ്കരിച്ചായിരുന്നു ചോദിക്കും. പിന്നെ അടുത്തത് പറയുന്നതാണ് മെൻ്റൽ ഫാക്കൽറ്റി തിയറി, മനോഘടക സിദ്ധാന്തം. വളരെ പഴക്കം ചെന്ന സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം എന്ന് വെച്ചാൽ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഇതേ കണക്കുള്ള കഴിവുകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടാണ് ബുദ്ധി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ മനോഘടക സിദ്ധാന്തം പറയുന്നത്. അതായത് കുറേ ഇമേജിങ്, റീസണിങ്, ഇങ്ങനെയുള്ള കുറേ എബിലിറ്റികൾ അടുക്കി വെച്ചിട്ടുള്ളതാണ് ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം എന്നുള്ള രീതിയിലാണ് മനോഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അത് വലിയ പ്രാധാന്യമുള്ളതല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. അതായത് പ്രത്യേക ബുദ്ധി, പൊതുവായ ബുദ്ധി എന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ജനറൽ ഫാക്ടർ, സ്പെസിഫിക് ഫാക്ടർ എന്നുള്ള സങ്കല്പമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സ്പെസിഫിക് ഫാക്ടറും ജനറൽ ഫാക്ടറൊക്കെ പറയുന്ന സിദ്ധാന്തം ഏതാണ്? ദ്വിഘടക സിദ്ധാന്തമാണ്. ഏതാണ് ദ്വിഘടക സിദ്ധാന്തം? 2 ഫാക്ടർ. അടുത്തത് ശ്രദ്ധിക്കുക. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതെന്നാണ്. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ നമ്മുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി എടുത്ത് നോക്കുമ്പോൾ അത് കൃത്യമായി അറിയാമെങ്കിൽ എൻ്റെ ഇടയിലുള്ള ആ സ്റ്റെപ്പ് 1 മുതൽ 5 വരെയുള്ള സ്റ്റെപ്പിനകത്ത് ഇത് ഏതിലാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എബ്രഹാം മാസ്ലോയുടെ അഭിപ്രേരണാക്രമം അഥവാ ഹൈറാർക്കി ഓഫ് നീഡ്സ് നോക്കാം. അതിൽ ഒന്നാമത്തെ ഏറ്റവും ലോ ലെവൽ, ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ശാരീരിക ആവശ്യങ്ങളാണ്. 2 എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ്, സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. 3 ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് അഥവാ സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആവശ്യങ്ങളാണ്. 4 എസ്റ്റീം നീഡ്സ്, അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. 5ാമത്തേതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ സ്വത്വ സാക്ഷാത്കാരം എന്ന് പറയുന്നത്, ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്ന് പറയുന്ന ഏറ്റവും എസ്റ്റീം ആയിട്ടുള്ള ഹൈ എസ്റ്റീം സ്റ്റേജാണ് 5ാമത്തെ സ്റ്റേജ്. ഇതാണ് പ്രധാനപ്പെട്ട ഹൈറാർക്കി ഓഫ് നീഡ്സ് ഓഫ് എബ്രഹാം മാസ്ലോ. അപ്പോൾ നോക്കുക, സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കിടയിലുള്ള എന്താണ്? സേഫ്റ്റി നീഡിനും എസ്റ്റീം നീഡിനും ഇടയ്ക്കുള്ളത് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ആണ്, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ആണ്, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. സ്നേഹവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ദിവസം കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നത് ഏത് സംയോജന ക്രിയാതന്ത്രമായി പരിഗണിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ എന്ത് ചെയ്യുന്നു? ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പിടിച്ച പേര് ഉദാത്തീകരണം അഥവാ സപ്ലിമേഷൻ എന്നാണ്. അതായത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അത് നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതിന് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഈ ആഗ്രഹങ്ങളെ മറ്റൊരു മേഖലയിലോട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ആശ്വാസം കണ്ടെത്തുന്ന പരിപാടിക്കാണ് ഉദാത്തീകരണം അഥവാ സപ്ലിമേഷൻ. ഇവിടെ കുട്ടികളില്ലാത്ത വിഷമം മറക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആക്കുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അനാഥാലയത്തിൽ തുണി കൊടുത്ത് അതിലൊരു ആശ്വാസം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് അവർക്കൊരു തിരിച്ചുവിടുന്ന ആ ഒരു മാനസിക പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. അത് പക്ഷേ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. എന്താണ് സർഗാത്മകത അഥവാ ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ, പുതുതായിട്ട് എന്തെങ്കിലും രൂപകൽപ്പന ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ക്രിയാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും ഇത് കോപ്പി ചെയ്യുന്നതല്ല. പുതുതായി ഒന്ന് സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിന് മൗലികത ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ
ക്രിയാത്മകമായി സ്വന്തം കഴിവിൽ സൃഷ്ടിച്ചെടുക്കുന്നതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ക്രിയേറ്റിവിറ്റിക്ക് പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ടോറൻസ് അഭിപ്രായപ്പെട്ടത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഫ്ലുവൻസി ഒഴുക്ക്, 2 ഫ്ലെക്സിബിലിറ്റി വഴക്കം, 3 ഒറിജിനാലിറ്റി മൗലികത, 4 ഇലാബറേഷൻ വിപുലത. ഈ പറഞ്ഞ 4 ഫാക്ടേഴ്സ് അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? ക്രിയേറ്റിവിറ്റി. ദ ബേസിക് ഫാക്ടേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ 4 ഫാക്ടേഴ്സാണ്. ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലത ആണ്. അപ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഉൾപ്പെടാത്തത് നമുക്ക് നോക്കിയാൽ വാചാലതയും വഴക്കവും മൗലികതയും ആവശ്യമാണ്. ഈ സംപ്രചനം ചെയ്യുന്നത് കൺവെർജന്റ് തിങ്കിങ് ആണ് ഇതിന് ആവശ്യം ഇല്ലാത്തതായിട്ടുള്ളത്. അതാണ് ഓപ്ഷൻ ഡി.